കലോത്സവ വേദികളിലെ കാഴ്ചകളെല്ലാം തന്നെ ചാരുത നിറഞ്ഞതാണ്. അതിനെ ചമയക്കൂട്ടിലൂടെ മനോഹരമാക്കുന്ന ഒരുപാട് കലാകാരന്മാരുടെ കരങ്ങളുണ്ട് അതിന് പിന്നിൽ. അത്തരം കലാകാരന്മാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം. മേക്കപ്പിന്റെ ഒരു തകൃതിയായ സമയമാണ്, അപ്പോൾ അതിനോട് ജസ്റ്റ് ഒന്ന് നമുക്ക് തരണം. എങ്ങനെ പേരെങ്ങനെ? എൻ്റെ പേര് പീയൂഷാണ്. ഇപ്പം കലോത്സവ വേദിയിലാണ് ഉള്ളത്. പിന്നെ എന്താ പറയുക, തിരക്കിലാണ്. അപ്പോൾ നല്ല തിരക്കിലാണ്. അപ്പോൾ അതൊരു ചെറിയൊരു ബുദ്ധിമുട്ടാണെന്ന് അറിയാം. എന്നാലും കാരണം ഞാൻ നേരത്തെ പറയുകയുണ്ടായി, കാരണം കലോത്സവ വേദികളിൽ നമ്മൾ കാണുന്ന ഒരുപാട് കാഴ്ചകൾ, മനോഹരമായ കാഴ്ചകൾ. അത്തരം മനോഹരമായ കാഴ്ചകൾ വേദികളെ എത്തുന്ന കുട്ടികളൊക്കെ മനോഹരമാക്കുന്നതിന് അതിൻ്റെ പിന്നിൽ ഒരുപാട് കലാകാരന്മാരുണ്ട്. പലപ്പോഴും അവരെ ആരും അറിയാറില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ക്യാമറ നിങ്ങളെ തേടിയെത്തിയത്. എങ്ങനെ, എത്ര വർഷമായി ഈ മേഖലയിലുണ്ട്? ഞാൻ വന്നിട്ട് ഒരു 8-9 വർഷമേ ആയുള്ളൂ ഈ മേഖലയിൽ വന്നിട്ട്. പക്ഷേങ്കിൽ ദൈവഭാഗം കൊണ്ടും എല്ലാം കൊണ്ടും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അല്ല, ഇപ്പോൾ കലോത്സവമായാലും എല്ലാതായാലും ഈ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് പീയൂഷ്, അല്ലേ? അപ്പോൾ ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ, മറ്റേ ചില ഡയലോഗ് പറഞ്ഞ പോലെ ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ അതിൽ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറഞ്ഞാൽ പറ്റുന്ന മുഖങ്ങൾ ഏതൊക്കെയാണ്? കലോത്സവത്തിൽ വേദികളിൽ നമ്മൾക്ക് എല്ലാ കുട്ടികളും ഒരേപോലെയാണ്. പക്ഷേ കലോത്സവത്തിനായിട്ട് കൂടുതൽ കലോത്സവത്തിലായാലും എല്ലാതെയും മേക്കപ്പ് മേഖലയിൽ ഞാനിപ്പോൾ സിനിമാ മേഖലയിലും കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട്. 10-45ഓളം സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇറങ്ങാൻ പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം, എല്ലാവരും സംബന്ധിച്ചിടത്തോളം ഒരു ബിഗ് ബജറ്റ് മൂവിയിൽ ഇറങ്ങാൻ പോകും. 25 ഡിസംബർ 25-ന് ലാലേട്ടൻ്റെ ബറോസിൻ്റെ മേക്കപ്പ് ഞാനാണ് ചെയ്തത്. അതിൻ്റെ ഇൻചാർജും അതിൻ്റെ അസോസിയേറ്റ് മേക്കപ്പ് ഞാനാണ്. ഡിസംബർ 25 ഇറങ്ങാൻ പോണത് അതാണ്. പിന്നെ 3D മൂവിയാണ്. ലാലേട്ടൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം കൂടിയാണ് ബിഗ് ബജറ്റ് മൂവിയിൽ. അതിൻ്റെ ഒരു ഭാഗമാവാൻ 6 മാസത്തോളം അതിൻ്റെ വിറകിലാവാൻ ഭാഗ്യം കിട്ടി. അതുപോലെ തന്നെ ഒട്ടനവധി ചിത്രം ഇപ്പോൾ ഇറങ്ങിയ തന്നെ ഹൃദയകാരിയായ പ്രണയകഥ, പിന്നെ കുറച്ച് പടം ഇറങ്ങാൻ, ഒരു തമിഴ് പടം, എൻ്റെ സ്വന്തം പടം ഇറങ്ങാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിലും ഏറ്റവും കൂടുതൽ സിനിമയേക്കാൾ കൂടുതൽ എൻ്റെ കലോത്സവ വേദിയിലാണ് എനിക്ക് കൂടുതൽ ഇത്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കലോത്സവ വേദികൾ ഞാൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ സിനിമ അടുത്താണ്, എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് പോകും. അപ്പോൾ ഇന്ന് ഇവിടെ കഴിഞ്ഞു. ഇനി നാളെ വേറെ കലോത്സവം ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകും. പിന്നെ തമിഴ്നാട്ടിലൊരു പരിപാടി തിരുപ്പൂരാണ് 2 ദിവസമായിട്ട്. അങ്ങനെയൊക്കെ ആയിട്ട് തിരക്കോട് കുറച്ച് കാലത്ത് ചെറിയ തിരക്കുണ്ട്. ചുരുക്കി പറഞ്ഞാൽ തിരക്കാണ്, എന്നെ ഒഴിവാക്കണം എന്നായിരിക്കും. എന്നാലും ഒരു കാര്യം കൂടി, അപ്പോൾ ഇത്രയും തിരക്കുണ്ടെന്ന് അറിയാം. എന്നാലും അതിനൊരു ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, നമ്മൾ കലോത്സവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കലയുടെ തട്ടകമാണല്ലേ. ഈ കലയുടെ തട്ടകത്തിൽ പല വിഭാഗത്തിൽപ്പെട്ട കലാകാരന്മാരുണ്ട്, പല വിഭാഗത്തിൽപ്പെട്ട കലയെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. അപ്പോൾ എനിക്കൊന്ന് ഈ മേക്കപ്പിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അതിനെ നെഞ്ചേറ്റുന്ന ആളുകളും കുട്ടികളും ഒക്കെ ഉണ്ടാവും നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന അല്ലെങ്കിൽ പീഷുമായിട്ടുള്ള ഈ സംസാരം കേൾക്കുന്ന ഒരുപാട് ആൾക്കാർ. ഈ മേഖലയിലേക്ക് വരുന്ന പുതിയ തലമുറയോട് അല്ലെങ്കിൽ ഈ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പുതിയ തലമുറയോട്, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എന്നുള്ളതിൽ എന്താണ് അവർക്ക് കൊടുക്കാനോ ഒരു നിർദ്ദേശം? പുതിയ തലമുറയിൽ വരുന്നത് വെച്ചാൽ, പുതിയ തലമുറയിൽ വരുന്നവർക്കാണ് പുതിയ പ്രൊഡക്റ്റുകൾ കൊണ്ടുവന്ന് പുതിയ കുട്ടികളെ അതിസുന്ദരിയായി മാറ്റിയാണ്. പഴയ ആൾക്കാർ പഴയ സാധനം കൊണ്ട് വന്നിട്ട് അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല പുതിയ ആൾക്കാർ വരുന്നത് കൊണ്ട്. ഈ പഴയ ആൾക്കാരോട് പറയാനുള്ളത്, പുതിയ പ്രൊഡക്റ്റും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. പുതിയ കുട്ടികൾ വരുമ്പോൾ അതിന് കണക്കായ പ്രൊഡക്റ്റും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട്. നല്ലതാണ്. നല്ല വർക്കൊക്കെ കിട്ടിയാൽ നല്ലതായിരിക്കും. അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്താ പറയണ്ട, ഇതിനെക്കുറിച്ച് പറയാമെന്ന് വെച്ചാൽ ഇതന്നെ, നല്ല പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല വർക്കുകൾ കിട്ടും. അപ്പോൾ ഏതായാലും പീയൂഷിൻ്റെ ഈ സമയം നമ്മളധികം ഇങ്ങോട്ട് എടുക്കുന്നില്ല. വർക്ക് നടക്കട്ടെ. അതുപോലെ തന്നെ സിനിമയ്ക്കും അതുപോലെ തന്നെ കലാരംഗത്തും ഇനിയും ഒരുപാട് ഉയരങ്ങൾ എത്താൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകൾ നേരുന്നു. കലോത്സവത്തിൻ്റെ ചിട്ടകളും നിയമങ്ങളും ഒക്കെ മാറി മാറി വരുമെങ്കിലും മായാത്ത ചില അടയാളങ്ങളുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു കലാകാരനാണ് നമ്മുടെ കൂടെയുള്ളത്. പരിചയപ്പെടാം. കൃത്യമായിട്ട് ഒന്ന് പേര് പറയൂ, എവിടെയാണ് താമസം, എത്ര വർഷമായിട്ട് ഈ മേഖലയിലുണ്ട്? ഒരു 30 വർഷമായിട്ട് ഈ മേഖലയിലുണ്ട്. പേര്? സന്ധ്യ ബാലകൃഷ്ണൻ. എനിക്കൊന്ന് കാസർഗോഡ് കലോത്സവത്തിലും കേരളത്തിലെ എല്ലാ ജില്ലാ കലോത്സവങ്ങളിലും സംസ്ഥാന കലോത്സവങ്ങളിലും വർഷങ്ങളായിട്ട് സജീവ സാന്നിധ്യമാണ്. നമ്മളെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് ഗ്രൂപ്പ് ഡാൻസായിട്ടും പിന്നെ ഭരതനാട്യമായിട്ടും പിന്നെ മാർഗംകളിയായിട്ടും പിന്നെ മുമ്പ് നമ്മൾ ടേബിളായിരുന്നു, ടേബിളായിട്ട് അങ്ങനെ സ്റ്റേറ്റിലേക്ക് പോകാറുണ്ട് എല്ലാ വർഷവും. ഇപ്പോൾ ടേബിളും ഇല്ല അല്ലേ? അപ്പോൾ എത്ര വയസ്സ് തൊട്ടാണ് ഈ മേഖലയിലേക്ക് വന്നത്? ഒരു 48 വർഷമായി. അങ്ങനെ 8ാം ക്ലാസ്സിൽ നിന്ന് സ്കൂളിലെ ഡ്രോയിങ് മാഷപ്പുറം കൂടിയിട്ട് 8ാം ക്ലാസ്സിൽ നിന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയാണ്. ബലാട്ട, എൻ്റെ എല്ലാം കുട്ടിക്കാലത്ത് ഈ മേക്കപ്പ് ഇന്ന് കാണുന്ന ഒരു രീതിയിലല്ല. കാരണം ഇതിൻ്റെ ഉപയോഗിക്കുന്ന ഈ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് ഈ മിഫി പോലുള്ള അല്ലേ പേസ്റ്റൊക്കെ ഉപയോഗിച്ചിട്ട് മുഖത്ത് അല്ലേ അങ്ങനെയൊക്കെ ഉണ്ട്. ആ ഒരു മാറ്റം ഒന്ന് പറയാമോ? നമ്മൾ ചെയ്യുന്ന സമയത്ത് സിങ്ക് വൈറ്റ്, റെഡ്, യെല്ലോ ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു പേസ്റ്റ് ഉണ്ടാക്കും. ആ പേസ്റ്റ് കൊണ്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടുണ്ടായത്. അത് പോയിട്ട് ഇപ്പോൾ സ്റ്റിക്ക് പറഞ്ഞ സാധനം എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ ആ സാധനം ഉപയോഗിച്ചിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത്.
അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പം അതിനനുസരിച്ചിട്ട് ചാർജ് ഇപ്പോൾ വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ, ഏതായാലും ഈ തിരക്കിനിടയിൽ കാണാനും ഇത്ര നേരം സംസാരിക്കാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നിങ്ങളുടെ വിലപ്പെട്ട സമയമാണെന്ന് അറിയാം. അപ്പോൾ ഏതായാലും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു.